കല്ലുവഴിയിലെ പഴയ കോളേജ് ബാച്ചിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. മേഘ. അവൾ ആലോചിച്ചതുപോലെ മരിച്ചില്ല. മരണത്തിനു മുൻപുള്ള ആ കിനാവും വിഷവും അവളുടെ ആത്മാവിനൊക്കെയായി കുടഞ്ഞു. ആ ആത്മാവ് കുടുങ്ങിയത് വൈകിട്ട് അവൾ കണ്ട കണ്ണാടിയിലാണ്, കോളേജിന്റെ പിറകിലെ പഴയ ടോയ്ലറ്റിൽ. അവളുടെ മരണത്തിനു ശേഷം ആ ടോയ്ലറ്റ് അടച്ചിടാൻ ശ്രമിച്ചവർ മനോഹരമായ അപകടങ്ങളിൽ പെട്ടു. ചിലർക്ക് കണ്ണുകളെ കാണാതായി, ചിലർ സ്നേഹിതരെ കൊന്നു. ആ കണ്ണാടി മാറ്റാനാവില്ല, പാഴ്ക്കണ്ണാടിയല്ല, അതൊരു ചൊറിയുന്ന വാതിൽ ആണെന്നും പറഞ്ഞ് പഴയവരും സമ്മതിച്ചിട്ടുണ്ട്. പുതുതായി ചേർന്ന വിദ്യാർത്ഥിയായ വിഷ്ണു ആ കഥകളെ പൂർണ്ണമായും അവഗണിച്ചു. ഒരു രാത്രി ചെറു വെല്ലുവിളിയേർത്ത് മോഹത്തോടെ അവൻ കയറുകയായി ആ ടോയ്ലറ്റിലേക്ക്. കണ്ണാടി കറുത്തതായിരുന്നു. അതിൻ്റെ പുറത്ത് എഴുതിയിരുന്നത്, "ഞാൻ കാണുന്നവൻ മരിക്കും." ആശ്ചര്യത്തോടെ കണ്ണാടിയിൽ തൻ്റെ മുഖം നോക്കി. പക്ഷേ അവൻ കാണുന്നത് താൻ അല്ല. ചുളിഞ്ഞ മുഖം, മൂക്കയില്ല, കണ്ണുകളിൽ കുരുപോലെ കറുത്തതെന്തോ തിരിഞ്ഞു വരുന്നു. വായ നീണ്ടു, ചിരിച്ചു. വിഷ്ണുവിൻ പുറകിൽ കാറ്റ് പോലൊരു സ്പർശം. തിരിഞ്ഞപ്പോൾ ആരുമില്ല. കണ്ണാടി വീണ്ടും നോക്കി. അവിടെ നിൽക്കുന്നത് മേഘയുടെ രൂപം. അവളുടെ ശബ്ദം, "ഞാൻ മരിച്ചതാ, ഞാൻ കാണുന്നത് മാത്രമാണ്." ആ രാത്രിക്ക് ശേഷം വിഷ്ണുവിൻ്റെ സ്വഭാവം മാറി. ഉറങ്ങില്ല, ചിരിക്കും, കണ്ണുകൾ ചുവപ്പ്, വയറു കൊള്ളാത്ത ചിരികളുമായി പരിചിതർക്കെതിരെ ദേഷ്യങ്ങൾ. സുഹൃത്ത് കാഞ്ചൻ അവനെ കാണാനെത്തിയപ്പോൾ കണ്ടത് വിഷ്ണു കെട്ടിത്തൂങ്ങി. പക്ഷേ കണ്ണാടിയിൽ അവൻ ജീവിച്ചു, ചിരിച്ചു. കാഞ്ചൻ നോക്കി നിന്നു. കണ്ണാടിയിൽ തന്റെ മുഖമില്ല. അവിടെ വിഷ്ണുവാണ്, കുറിച്ചുകൊണ്ടിരിക്കുന്നു, "ഞാൻ കാണുന്നവൻ മരിക്കും, ഇനി നീയും." ഇന്ന് ആ ടോയ്ലറ്റിൽ പുതിയ കണ്ണാടി കെട്ടി. പക്ഷേ കണ്ണാടിയിലെ മുഖം നിനക്കറിയാമോ? ആര്? ഒരു നിമിഷം നോക്കൂ, പക്ഷേ തിരിഞ്ഞു പോകാൻ കഴിയും ബിഫോർ അവൻ നോക്കുന്നു.